ഉണ്ടാക്കുമെന്ന് ഗീർവാണ പ്രഭാഷണം നടത്തി. അർദ്ധരാത്രിയിൽ അമ്പലക്കള്ളൻ. അങ്ങനെ അർദ്ധരാത്രിയിൽ ഗീർവാണ പ്രഭാഷണം നടത്തിയപ്പോ ആ പ്രഭാഷണം കേട്ട് നാട്ടിലെ പാവപ്പെട്ടവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരെല്ലാം അങ്ങോട്ടേക്ക് തിരിഞ്ഞപ്പോ വിഗ്രഹം കൊണ്ട് കള്ളൻ രക്ഷപ്പെട്ടു. അതാണ് ഇപ്പോ ശബരിമല സന്നിധിയിലെ ഈ വാതിൽപ്പാളികളും സ്വർണപ്പാളികളും അവിടുത്തെ എല്ലാ വസ്തുവകകളും ഇത്തരത്തിൽ അടിച്ചു മാറ്റിയിട്ട് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തപ്പോ നാളെ ഇവരൊക്കെ പറയും, എന്ത് പറയും? ഞങ്ങൾ കിറ്റ് തന്നില്ലേ, ഞങ്ങൾ നിങ്ങൾക്ക് ചികിത്സ തന്നില്ലേ, ഞങ്ങൾ നിങ്ങളെ ആരാക്കിയില്ലേ? ചില സഖാക്കന്മാരൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് പറയണ അടങ്ങി ഒതുങ്ങി മിണ്ടാതിരുന്നോണം. എന്താണ്? ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കണ്ടേ, MLA സീറ്റ് വന്നേ, ഇതിനെതിർപ്പുള്ള ആളുകളുണ്ട്. അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീമാൻ വാസുവിന്റെയും അതുപോലെ തന്നെ ആളുകളുടെ തോന്നിവാസത്തിനെതിരെ, ദേവസ്വം വകുപ്പ് മന്ത്രിക്കെതിരെ, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ, ഇവർ ചെയ്ത അന്യായത്തിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ട് ആളുകൾ മുന്നോട്ട് വരുമ്പോ അവരെല്ലാം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാറോല കട്ടി ഭയപ്പെടുത്തുകയാണ്. അടങ്ങി ഒതുങ്ങി ഇരുന്നോളണമെന്നാണ് പറഞ്ഞത്. പണ്ട് കേരളത്തിൽ നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയെ കുറിച്ച് അച്യുതാനന്ദൻ പറഞ്ഞപ്പോ അച്യുതാനന്ദൻ സഖാവിന് ഭരണപരിഷ്കാരം കമ്മീഷൻ കസേരയിൽ ഇരുത്തി സൈഡ് ലൈൻ ചെയ്തതുപോലെ ഇന്ന് പത്തനംതിട്ടയിലെ മുഴുവൻ ആളുകളോടും ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ശബരിമലയിൽ ചെന്ന് ദേവന്റെ വിഗ്രഹം കണ്ടവരും ശബരിമലയിലെ സാന്നിധ്യം മനസ്സിലാക്കിയവരുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ചോദിക്കുന്നുണ്ട്, ഇത് അവസാനത്തെ കളിയാണ്, ഇത് തീക്കളിയാണ്, തീക്കൊള്ളി കൊണ്ട് തലചൊറിയരുത്, ഇത് അവസാനിപ്പിക്കണമെന്ന് പറയുമ്പോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പറയുകയാണ്, നിനക്ക് MLA സീറ്റ് വേണ്ടേ, നിനക്ക് ബ്ലോക്കിൽ മത്സരിക്കണ്ടേ, ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കണ്ടേ, നിനക്ക് വാർഡ് പ്രതിനിധിയാകണ്ടേ, മിണ്ടാതിരുന്നോളണം എന്ന് പറയുകയാണ്. അങ്ങനെ പറയുമ്പോ ഞങ്ങൾ വിശ്വാസികളായിട്ടുള്ള മനുഷ്യർ അവർക്ക് സാക്ഷാൽ ശബരിമലയിലെ അയ്യപ്പൻ ഒരു മെസ്സേജ് നൽകിയിരിക്കുകയാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്. എന്താ മെസ്സേജ് എന്നറിയുമോ? അയ്യപ്പന്റെ സ്വത്തുവകകൾ കാണാനില്ല. അപ്പൊ രാവിലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് നിർമാല്യ ദർശനത്തിന് വേണ്ടി ഗുരുവായൂരപ്പൻ എണീറ്റു അത്രേ. അപ്പൊ ഗുരുവായൂരപ്പനോട് അയ്യപ്പസ്വാമി പറഞ്ഞു, എന്റെ സ്വർണമെല്ലാം ഈ പിണറായി വിജയനും കൂട്ടരും അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. അപ്പൊ ഗുരുവായൂരപ്പൻ തൃപ്രയാറപ്പനെ ശ്രീരാമചന്ദ്രനെ വിളിച്ചു, എല്ലാം അവിടെ സേഫ് ആയിട്ടുണ്ടോ? ഇത് നമ്മൾ അങ്ങനെ പറയുന്നത് ഉചിതമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വിശ്വാസിയായിട്ടുള്ള വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ അറിയുന്ന ലളിതാ സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഞാനിത് പറയുന്നത്. ഗുരുവായൂരപ്പൻ പറഞ്ഞു, കാടാമ്പുഴ ഭഗവതി ഒന്ന് വിളിക്കണം. കാടാമ്പുഴ ഭഗവതിയെ വിളിച്ചു. അത് കഴിഞ്ഞപ്പോ കൊട്ടാരക്കര ഗണപതി ഒരു ഉപായം പറഞ്ഞു അത്രേ. എന്താ? എന്നാ പിന്നെ നമുക്ക് എല്ലാവരുടെയും സ്വത്തുവകകൾ നമുക്ക് സർക്കാരിലെ ബാങ്കിലിട്ടാലോ? അപ്പൊ ഏറ്റുമാനൂരപ്പം പറഞ്ഞു, വേണ്ട, സഹകരണ കൊള്ള നടക്കുകയാണ് കേരളത്തിൽ, ഒരൊറ്റ രൂപ പോലും ബാക്കി ഉണ്ടാവില്ല എന്ന് കൊട്ടാരക്കര ഗണപതിയോട് ഏറ്റുമാനൂരപ്പൻ ഉപദേശിച്ചു എന്നാണ് ഇപ്പോ വേറൊരു പോറ്റി ഗുരുവായൂരിലെ കഥ പറയുന്നത്. ഈ അവസ്ഥയിലേക്ക് കേരളത്തെ നിങ്ങൾ എത്തിച്ചു. ഇവിടെ 51 ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. ആ 51 വിഖ്യാതമായ പ്രസിദ്ധമായ ഇഷ്ടംപോലെ സ്വത്തുവകകളുള്ള ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലെ മുഴുവൻ സ്വത്തുവകകളിലും ഒരു പരിശോധന ഉണ്ടാകണം. കഴിഞ്ഞ 30 വർഷക്കാലമായി കേരളത്തിൽ ദേവസ്വം ബോർഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ദേവസ്വം ബോർഡിന്റെ ഭരണകൂടം ഭരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ 51 ക്ഷേത്രങ്ങളിലെയും സ്വത്തുവകകൾ പരിശോധിക്കാൻ കേന്ദ്ര ഏജൻസി ഈ പ്രത്യേകമായിട്ടുള്ള സ്വർണ്ണ വിവാദമല്ല സ്വർണ്ണക്കടത്തിനെ കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്രത്തിലെ CBI വരണം. ആ CBI വരുത്താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകണം. പ്രശ്നം വെച്ചിട്ട് കാര്യമില്ല, കറുത്ത കാറ് വാങ്ങിയിട്ട് കാര്യമില്ല, മകളെയും ഭാര്യയെയും അപ്പുറത്ത് ഇതിനെ പ്രായച്ചിത്തത്തിന് പറഞ്ഞയച്ചിട്ട് കാര്യമില്ല. കാരണം ഈ കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും മനസ്സിലായിട്ടുണ്ട്, പ്രളയം വന്നപ്പോ ആ പ്രളയത്തിന്റെ അന്തരീക്ഷത്തിൽ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ കവർന്നെടുത്തു, അവരുടെ സ്വത്തുവിഹിതങ്ങൾ നിങ്ങൾ അടിച്ചു മാറ്റി, ദുരന്തമുണ്ടായി. ആ ദുരന്തത്തിന്റെ മുഖത്തും നിങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ സ്വത്തുവകകൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചുവെങ്കിൽ അവസാനം ഇപ്പോ അയ്യപ്പൻ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഒരു സൂചന നൽകിയിരിക്കുകയാണ്. എന്താ സൂചന എന്നറിയുമോ? രാജ്യം മുഴുവൻ പുരാതനമായ വിഗ്രഹങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുമ്പോ കാണാതായി എന്നും ആ വിലപിടിപ്പുള്ള
കോൺഗ്രസിലെ ഒന്നാമത്തെ പേരുകാരിയായിട്ടുള്ള ശ്രീമതി സോണിയയുടെ പേരായിരുന്നു. ഈ രാജ്യത്തിന്റെ വിലപിടിപ്പുള്ള പുരാതനമായിട്ടുള്ള വിഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ള പല പുരാതന വസ്തുക്കളും നമ്മുടെ രാജ്യത്ത് നിന്ന് കാണാതായി. ആ കോൺഗ്രസിന് അയ്യപ്പന്റെ സ്വർണം കാണാതായാൽ ആത്മാർത്ഥതയോട് കൂടിയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നിങ്ങൾ നടപടിയെടുക്കണമെന്ന് പറയാൻ സാധിക്കുമോ? രാജ്യം മുഴുവൻ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസ്, ആകാശത്തും ഭൂമിയിലും പാതാളത്തിലും അഴിമതി നടത്തിയ കോൺഗ്രസ്, ആ കോൺഗ്രസിന് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന അഴിമതിക്കെതിരെ ചോദ്യം ചെയ്യാനുള്ള തന്റെ ഇടമുണ്ടാകുമോ? ആ തന്റെ ഇടമുണ്ടാകില്ല എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെങ്കിൽ സുരേഷ് കുറുപ്പ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ നേതാവായിരുന്നു അല്ലെ? സുരേഷ് കുറുപ്പിന് ഒരു മടിയും ഉണ്ടായില്ല. മൂകാംബിക ഭഗവതിയുടെ ഭക്തൻ ഇവിടെ മുണ്ടനെയും അതുപോലെ തന്നെ നിഷാദന്മാരെയും ഇവിടെ രാക്ഷസന്മാരെയും ഒക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ദേവി മഹാത്മ്യത്തിൽ ദേവി നമുക്ക് ചില ദർശനങ്ങൾ നൽകുന്നുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീമാൻ സുരേഷ് കുറുപ്പ് പ്രാർത്ഥിക്കുന്ന മൂകാംബിക ദേവിയുടെ തന്നെ വാക്കുകളെ കടമെടുത്തുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ വേണ്ടി സുരേഷ് കുറുപ്പിനെ മൂലക്കിരുത്തി ആലപ്പുഴയിലെ സുധാകരൻ സാറ് ചെയ്ത തെറ്റുകൾ, എന്താ തെറ്റ് ചെയ്തത്? തന്ത്രിമാരെ ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു. ആ ചെയ്ത തെറ്റിന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് രാമായണം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, ഞാനൊക്കെ വളരെ ഏറെ ബഹുമാനിക്കുന്ന, എന്നെ എന്ത് പറഞ്ഞാലും ഒരച്ഛൻ പറയുന്നത് പോലെ ഞാൻ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന, ഒരു മറുപടി പോലും ഞാൻ പറയാത്ത ആ ശ്രീമാൻ സുധാകരൻ സാറും ഇവരുടെ തന്നെ വലിയ എഴുത്തുകാരനായിരുന്ന അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് സാറ്, ഇവരുടെ തന്നെ കൈതോലപ്പായയില് ഇവര് പണം എടുത്ത് ആ കൈതോലപ്പായയിൽ എങ്ങനെയാണ് പൈസ കവർന്നു കൊണ്ടുപോകുന്നത് എന്ന് എഴുതിയ SR ശക്തിധരൻ സാർ തുടങ്ങിയ ഒരുപാട് ആളുകൾ കേരളത്തിന്റെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പതനം കണ്ടുകൊണ്ട് നോക്കി നിൽക്കുകയാണ്. ചെയ്ത തെറ്റിന്റെ കൂലി മൂകാംബിക ദേവിയാണോ കൊടുക്കുന്നത് എന്ന് ശ്രീമാൻ സുരേഷ് കുറുപ്പും, രാമനാണോ കൊടുക്കുന്നത് എന്ന് ശ്രീമാൻ സുധാകരൻ സാറും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ജനങ്ങൾ, കേരളത്തിലെ പൊതുസമൂഹം, ആ പൊതുസമൂഹത്തിനോട് സാക്ഷാൽ ദേവി ദേവന്മാർ പറയുന്നത് വേണമെങ്കിൽ രക്ഷപ്പെട്ടോ മക്കളെ എന്നാണ്. എന്താണ്? ഇവന്മാരെല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോവുകയാണ്. നിങ്ങൾക്ക് അവകാശപ്പെട്ടതും ഇവർ വകമാറി ചിലവഴിച്ചിട്ടുണ്ട്. ദൈവവിശ്വാസമുള്ള, ഈ രാജ്യത്തോട് സ്നേഹമുള്ള, ആദരവുള്ള ഒരു വിഭാഗത്തെ കേരളത്തിന്റെ ഭരണകൂടത്തെ ഏൽപ്പിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന നാളുകളിൽ ദേവനും ദേവിയുടെയും സ്വത്ത് മാത്രമല്ല, ഈ കേരളം മുഴുവൻ കാട്ടുകൊള്ളക്കാരെ പോലെ ശ്രീമാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കൊള്ളയടിച്ച് മാറ്റിക്കളയുമെന്നാണ് അഭിനവ കലിയുഗവരതനായിട്ടുള്ള അയ്യപ്പൻ എനിക്കും നിങ്ങൾക്കും കേരളത്തിന്റെ പൊതുസമൂഹത്തിനും സൂചന നൽകിയിട്ടുള്ളത്. അയ്യപ്പ സംഗമം നടത്തിയ ഉടൻ തന്നെ, അല്ലെങ്കിൽ ഇത് തെളിയണോ? അയ്യപ്പ സംഗമം നടത്തിയാൽ അത് മാതൃകയാണെങ്കിൽ, മര്യാദയാണെങ്കിൽ എന്തിനാണ് കളവ് തെളിയിച്ചു തന്നത്? അയ്യപ്പൻ എപ്പോഴും അങ്ങനെയാണ്. ഈ നാട്ടിൽ അയ്യപ്പനെ അപഹസിച്ചതിന്റെ പേരിലും ആക്ഷേപിച്ചതിന്റെ പേരിലും ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് കുടുംബങ്ങൾക്കകത്ത് നടക്കുന്നുണ്ട്. ഞാനത് വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് എന്റെ പ്രസംഗത്തിനെയാണല്ലോ എപ്പോഴും കേസ് കൊടുക്കാൻ പോകുന്നത്. ഞാൻ കാര്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോ എനിക്കെതിരെ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു മഹാൻ എനിക്കെതിരെ കേസ് കൊടുത്തു. എന്താ കേസിൽ പറയുന്നത്? മാനനഷ്ടമുണ്ടായി എന്നാണ് പറയുന്നത്. എന്താ മാനനഷ്ടം? ഞാൻ പറഞ്ഞത് രാജ്യത്തിന് ധനനഷ്ടമുണ്ടാക്കിയ കാര്യത്തെ കുറിച്ചാണ്. അറബിക്കടലിലെ 29 ബ്ലോക്കുകൾ ഈ മഹാൻ ട്രാൻസ്പോർട്ടേഷൻ കമ്മിറ്റി മെമ്പറായിട്ട് MP ആയിട്ടിരിക്കുമ്പോ സാങ്ഷൻ കൊടുത്തതിന്റെ പേരിൽ ഇലക്ഷനിൽ പ്രസംഗിച്ചപ്പോ എനിക്കെതിരെ വാറോല, എനിക്കെതിരെ കേസ്. എങ്ങനെയാണ് അവിടെ ഖനനം നടന്നത് എന്നതാണ് എന്റെ ചോദ്യം. അത് അറിയിക്കേണ്ട ആളുകളെ കോടതി മുമ്പാകെ നമ്മളൊക്കെ അറിയിക്കും. ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രസംഗത്തെ നോക്കി പഠിക്കാനും പ്രസംഗം വീഡിയോ ചെയ്യാനും BJP-കാരുടെ പിറകിൽ ഒരു കൂട്ടം വരുന്ന പോലീസ് അധികാരികൾ. ഇപ്പൊ പോലീസുകാർക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് സന്ദീപ് പ്രസംഗിക്കുമ്പോഴും അവർ പിടിക്കും, ശ്രീകുമാരേട്ടൻ പ്രസംഗിക്കുമ്പോഴും പിടിക്കും, ഞാൻ പ്രസംഗിച്ചാലും പിടിക്കും, ബിനോയേട്ടൻ പ്രസംഗിച്ചാലും പിടിക്കും. എന്താണ് അവരുടെ ഉത്തരവാദിത്വം? അതാണ്. എന്നാൽ ഈ കേരളത്തിന്റെ ഭരണകൂടത്തിനെതിരെ അന്വേഷണം ശക്തമായി നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി അണിയറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസിലെ ചില ബുദ്ധി കേന്ദ്രങ്ങൾ ഉണ്ട് എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വരാൻ പോകുന്ന നാളുകളിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും എന്നുകൂടി സൂചിപ്പിക്കാൻ ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്.